ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നു ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം. അപ്പോൾ ഇതെൻ്റെ ബർത്ത്ഡേ ദിവസത്തെ വ്ളോഗാണ് കേട്ടോ. ഒരു കുഞ്ഞു മിനി വ്ളോഗാണേ. ഞാൻ ദേ കേക്കൊക്കെ കട്ട് ചെയ്യാണ്. റെഡ് വെൽവെറ്റ് വാഞ്ചോ അങ്ങനെ എന്തോ ഒരു കേക്കായിരുന്നു. അടിപൊളി കേക്കായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോഴെൻ്റെ കെട്ടിയോൻ എനിക്ക് കേക്ക് വന്ന് തന്നു ഗായ്സ്, ഒന്നും പറയണ്ട. അതിന് ശേഷം വേറൊരു കേക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും വന്നു കേട്ടോ. ഇതെന്താ വൈറ്റ് ചോക്ലേറ്റ് എന്താ നട്ട്സ് ബേസ് ആയിട്ടുള്ള എന്തോ ഒരു കേക്കായിരുന്നു. ഇതും അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഇത് വൈറ്റ് ചോക്ലേറ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇതാണ് കേട്ടോ. കേക്കിൻ്റെ പുറം കാണാൻ നല്ല ഭംഗിയില്ലേ. പിന്നെ എൻ്റെ സൗമി വന്ന് എനിക്കൊരു ഗിഫ്റ്റ് തന്നു കേട്ടോ. ഞാൻ ആരും വിളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സൗമി കുട്ടി സർപ്രൈസ് ആയിട്ട് വന്നതാണ് കേട്ടോ. അവൾ വന്നിട്ട് എനിക്കൊരു ഗിഫ്റ്റ് തന്നു ഗായ്സ്. എനിക്കത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു, ഒന്നും പറയണ്ട. അത് ഈ ഒരു കപ്പായിരുന്നു കേട്ടോ തന്നത്. ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തപ്പോഴേക്കാണ് ഇതിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന ആൾക്കാരെ കണ്ടത് കേട്ടോ. എൻ്റെയും എൻ്റെ കാക്കൂൻ്റെയും ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു കപ്പാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ താങ്ക്സ് ലോട്ട് സൗമ്യക്കുട്ടി, അടിപൊളിയായിരുന്നു കേട്ടോ. ലവ് യു ലോട്ട് സൗമ്യ. അങ്ങനെ ആളിതേ കണ്ടില്ലേ. അങ്ങനെ ഗിഫ്റ്റൊക്കെ തന്നു. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെയും കാക്കൂൻ്റെ മാരേജ് ഫോട്ടോസ് വെച്ചിട്ടുള്ള ഒരു കപ്പായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു, എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. അതിന് ശേഷം ഞങ്ങൾ പിറ്റേ ദിവസം എന്തായിരുന്നു പരിപാടി എന്ന് ചോദിച്ചാൽ, ഞങ്ങളൊന്ന് കോടനാട് വരെ ഒന്ന് പോയി കേട്ടോ. അവിടെ ഒരു എലിഫൻറ്റിൻ്റെ എന്തോ സംഭവമില്ലേ, ആനത്താവളോ അങ്ങനെ എന്താണെന്ന് തോന്നുന്നുണ്ട്. അപ്പം അവിടെ പോയി കുറച്ച് നടന്നു. കുറച്ച് ട്രക്കിംഗ് ആയിരുന്നു, ഒന്നും പറയണ്ട. കുറച്ച് നടന്ന് ക്ഷീണിച്ചു എന്ന് പറയാം. പിന്നെ നടന്നാലും കുഴപ്പമില്ല, കുറച്ച് കാണാനൊക്കെ ഉണ്ട്. കാണാൻ എന്താണെന്ന് വെച്ചാൽ ആനയാണ് മെയിനായിട്ടുള്ള സംഭവം. അങ്ങനെ കണ്ടില്ല ഒരു കൊമ്പൻ നിൽക്കണത്. ഇവനെ അടുത്തുനിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പിന്നെ വേറെ ഒരാൾ നിൽക്കണു, അടിപൊളിയാണ്. ഇവർ നമ്മളെ കാണുമ്പോൾ അവിടെ കിടന്ന് ഡാൻസാണ് കേട്ടോ, ഇങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ഇവന് കുറച്ച് വികൃതിക്കാരനായിരുന്നു. അങ്ങനെ ഇവരെയൊക്കെ കണ്ടു, അടിപൊളിയായിരുന്നു. എനിക്കിവിടെ പോകണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ നേരെ തിരിച്ചു വരാമെന്ന് വിചാരിച്ച് ഇങ്ങനെ വണ്ടി എടുത്ത് അവിടുന്ന് നേരെ പോന്നു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.